അണ്ണാജി ആണ് അന്ന് ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്നത്. അത് കഴിക്കാതിരിക്കാനാണ് ധൈര്യം ശക്തിയും വേണ്ടത്. കഴിക്കാൻ ആർക്കും സാധിക്കും, ഏത് കുരങ്ങിനും സാധിക്കും. പഴമിരിക്കുന്നു, എടുത്തു കഴിച്ചു. പ്രകൃതിയുടെ ഒരു പെരുമാറ്റമാണ്. സംസ്കൃതി എന്താ? എന്തിന് ആ പഴം അവിടെ വെച്ചിരിക്കുന്നു? മറ്റാരുടെയെങ്കിലും ആയിരിക്കുമോ അത്? എന്താ സംഭവം? അതൊക്കെ നോക്കിയിട്ട് അതിനോട് മോഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈ മോഹം അടക്കി വെച്ച് വിവേകത്തിൽ ചിന്തിച്ച് അത് അവസാനം കഴിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതിനു മുമ്പേ ഇത് കണ്ടു ചാടിക്കയറി തിന്നു എന്ന് പറയുന്നത് ധൈര്യവുമല്ല, ശക്തിയുമല്ല, അത് ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണ്. ആദ്യ പാഠം ഒക്കെ ആയിട്ട് ഈ അണ്ണാജിയൊക്കെ എന്നെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ അധികാരം അല്ലെങ്കിൽ സ്ഥാനം ഇതിനുമൊക്കെ ഇതേപോലെ ഇതെല്ലാം പഴുത്ത പഴങ്ങളാണ്, നമ്മളെ അല്ലാതെ മോഹിപ്പിക്കും. എങ്ങനെയും അത് കൈക്കലാക്കണമെന്ന് തോന്നും. കൈക്കലാക്കുന്നതല്ല, വേണ്ടെന്ന് വയ്ക്കുന്നതാണ് ധൈര്യം. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ടെന്ന് വയ്ക്കുന്നവനെയാണ് മഹാനായിട്ട് കരുതുന്നത്. ഒന്നും വേണ്ട, കാട്ടിൽ പോയിട്ട് ഉടുത്ത തുണി മാത്രമുണ്ട്, അദ്ദേഹം 24 കൊല്ലം വായു ഭക്ഷണമായിട്ട് തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മഹാദിവ്യൻ, നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഒന്നും വേണ്ടാത്തവൻ. ഈ മാർക്സിന് പറ്റിയ അബദ്ധം എന്ന് പണ്ട് പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. ലോകത്ത് 2 പേരാണ്, ഉള്ളവനും ഇല്ലാത്തവൻ എന്ന് മാർക്സ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയെല്ലാം കെട്ടിപ്പൊക്കി. ഭാരതത്തിൽ ഇത് ക്ലിക്കായ എന്താണെന്ന് ചോദിച്ചാൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞു, ഭാരതത്തിൽ ഉണ്ടായിട്ടും വേണ്ടാത്തവൻ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇവനെ ഏതിൽ പെടുത്തും? മാർക്സിൻ്റെ ഒരു തിയറിയിലും ഇവൻ പെടുന്നില്ല. അവനെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും വേണ്ട. ഈ തത്വം വിശദീകരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ കാര്യം പറയുന്നത്, അധികാരസ്ഥാനങ്ങൾ, മോഹങ്ങൾ. ഇപ്പം ഈ പറഞ്ഞ കാര്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ ക്യാരക്ടറുമായിട്ട് ഒത്തിരിക്കും. നോക്കിയോ, ഇപ്പോൾ മോദിയാണെന്ന് അവർ പറയുന്നു. ഞാൻ പറയുന്നു ഇത് രാഹുൽ ഗാന്ധിയെ പറ്റിയാണ്. 44 സീറ്റ് കിട്ടി, തികഞ്ഞില്ല. 54 സീറ്റ് കൊടുത്തു ദൈവം, തികഞ്ഞില്ല. 99 സീറ്റ് കൊടുത്തു, പോരാ. ഇനി 199 കൊടുക്കും, അപ്പം തികയുമോ? ഇല്ല. ഇതെവിടെ പോയി നിൽക്കും? അപ്പോൾ രാഹുൽ ഗാന്ധിയെ കുത്തിക്കൊണ്ടാണ് മോഹൻജി ഭാഗവത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? മോദിയെപ്പറ്റി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ഇതുപോലെ നിഷേധിക്കാൻ പറ്റില്ല. നമ്മളെ എല്ലാവരെയും പറ്റിയാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. വാസ്തവത്തിൽ മനുഷ്യ സ്വഭാവത്തെ പറ്റിയുള്ള ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. മോദിക്ക് ഇയാൾക്ക് ഇച്ചിരി സ്ഥാനമോഹം കൂടുതലാണല്ലോ എന്ന് മോദിയോട് പറയണമെങ്കിൽ അത് വ്യക്തിപരമായിട്ട് പറയാൻ മോഹൻജി ഭാഗവത്തിന് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ കൂടെയുള്ള ആളിനോട് പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞേക്ക്, അത്ര ശരിയല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെപ്പറ്റി ഒരു പേഴ്സണൽ കമൻ്റ് അടിക്കുന്ന തരം ഒരു ചീപ്പ് ആളാണ് മോഹൻജി ഭാഗവത് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവാം. അത് ചീപ്പെന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അതായതുകൊണ്ടാണ്. എനിക്കോ വായുജത്തിനോ അത് പറയാം. മോദി അത്ര ശരിയൊന്നുമല്ല കേട്ടോ, അമിത്ഷാ പിന്നെയും കൊള്ളാം. കാരണം വി ആർ എൻറ്റൈറ്റിൽഡ് ടു സേ ദാറ്റ് വി ആർ ഓർഡിനറി മോർസൽസ്. സാധാരണ മനുഷ്യരാണ്, സ്വയം സേവകരാണ്. പക്ഷേ എന്ന് വെച്ച് നമുക്ക് കൊമ്പൊന്നും ഇല്ലല്ലോ. മോദി അത്ര സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്. മോദി ഇത് കേൾക്കുന്നില്ല, ആരും ഇത് അറിയുന്നില്ല. നമ്മൾ തന്നെ ഒരു പരദൂഷണം പോലെ പറഞ്ഞ് അതങ്ങ് തീരും. സോ വി ആർ എൻറ്റൈറ്റിൽഡ് ടു സേ വാട്ട് എവർ വി വാണ്ട്. ഈ സ്വാതന്ത്ര്യം മോഹൻജി ഭാഗവത്തിന് ഇല്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് മോഹൻജി ഭാഗവത് എല്ലാവരെ പറ്റിയും പറഞ്ഞതാണ്. അതിനകത്ത് മോദിയും പെടുമോ എന്ന് ചോദിച്ചാൽ പെടുമല്ലോ, മനുഷ്യനാണല്ലോ മോദി. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഡിഫക്റ്റാണ്, ഇത് ഉണ്ടാവാതെ നോക്കണം. ഒരു പരിധിവരെ ഇത് ശരിയുമാണ്. അവനവൻ്റെ ചില നേട്ടങ്ങളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നേട്ടങ്ങളുടെ പിന്നാലെ തന്നെ അറ്റ് എനി കോസ്റ്റ് പായുന്ന സ്വഭാവം അത് നമ്മളെ കുഴപ്പത്തിലേക്ക് ചാടിക്കുള്ളൂ. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിലൊക്കെ ഉണ്ട്. ഈ സർവവും മറന്ന് സ്ഥാനത്തിന് വേണ്ടിയിട്ട് പോകുന്നു. ഇത് ത്യജിച്ചവരാണ്. നോക്കൂ, രാമൻ രാജ്യം ത്യജിച്ച് മഹാനായവനാണ്. കൃഷ്ണൻ ദ്വാരകയിൽ സുഖമായിട്ട് കഴിയാം, രാജാവായിരുന്നു, ഒരു ശല്യവും ഉണ്ടായിരുന്നില്ല. ഈ മഹാഭാരതത്തിൽ വന്ന് തലവെച്ച് അത് യുദ്ധം, അതിൻ്റെ സാരഥി
എന്തെല്ലാം ഏടാകൂടെ എടുത്ത് തലയിൽ വെച്ചു. ദ്വാരക ഉപേക്ഷിച്ച് മഹാനായി. സർവ്വം ഉപേക്ഷിച്ചു. രാമൻ വെള്ളത്തിലിറങ്ങി അപ്രത്യക്ഷനായി. കൃഷ്ണൻ ആരുടെയോ അമ്പേറ്റ് അനാഥനായിട്ട് കിടന്ന് മരിച്ചു. ബട്ട് സ്റ്റിൽ രണ്ടുപേരും മഹാന്മാരായി. എന്തുകൊണ്ട്? ഉപേക്ഷിച്ചതുകൊണ്ടാണ്, സ്വീകരിച്ചതുകൊണ്ടല്ല, വെട്ടിപ്പിടിച്ചതുകൊണ്ടല്ല.